ഹലോ ഗായ്സ്, ആക്ച്വലി ഉല്ലാസ് പന്തളത്തിൻ്റെ വിവാഹം നടന്നു എന്ന് പറഞ്ഞിട്ടൊരു ന്യൂസ് കണ്ടു. അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ, നല്ല ആർഭാടത്തോടു കൂടിയൊക്കെ ഒരു വിവാഹം നടത്തിയിരിക്കും. ചുമ്മാ ഒരു കൗതുകത്തിന് കുറേ പഴയ വാർത്തകൾ നോക്കി, ഒരു 1 ഇയർ പോലും ആകാതെ ഒരു വാർത്ത അവിടെ കിടപ്പുണ്ട്. ഭാര്യ തൂങ്ങി മരിച്ചു. എന്താ ഐണിത്തിങ് എന്താണെന്നറിയാമോ? 2 നില വീട്, മുകളിലത്തെ നിലയിൽ ഭാര്യ തൂങ്ങി മരിച്ചു. താഴെ ഉണ്ടായിരുന്ന ഉല്ലാസ് പോലീസിനെ വിളിച്ച് ഭാര്യയെ കാണാനില്ലെന്ന് ഇൻഫർമേഷൻ കൊടുക്കുന്നു. ഒരു ഐണിത്തിങ് അതില്ലേ? എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നു. സംതിങ് റോങ്. അത് മാത്രമല്ല, നമ്മുടെ നിയമസംഹിതകൾ മരണപ്പെട്ട് അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞ് 7 വർഷത്തിനുള്ളിൽ പാർട്ട്ണർ ആര്, പെണ്ണുങ്ങൾക്കാണ് കൂടുതൽ പ്രിയോറിറ്റി, മരിക്കുകയാണെന്നുണ്ടെങ്കിൽ പോലീസ് കസ്റ്റഡിയിലെടുക്കാൻ ചാൻസ് ഉള്ളത് കുടുംബക്കാരെയാണ്. ഭർത്താവിൻ്റെ വീട്ടുകാരെയൊക്കെ എടുക്കും. നല്ല സ്ത്രീധന പീഡനമോ വേറെ എന്തെങ്കിലും പ്രശ്നമോ ഒക്കെ ഉണ്ടോ എന്നുള്ളത് അന്വേഷണത്തിൽ. ഇതൊക്കെ പ്രാക്ടിക്കൽ അല്ല. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ പുരോഗമനവാദമൊക്കെ പറയുന്നിടത്ത് ഇതൊക്കെ ബോറിംഗ് ആണ്. ബട്ട് സ്റ്റിൽ അങ്ങനെ ഒരു നിയമം നിലനിൽക്കവെയാണ് ഇങ്ങനൊരു മരണം സംഭവിച്ചത്. ഉല്ലാസിന് എന്ത് സംഭവിച്ചു? ഒന്നും സംഭവിച്ചിട്ടില്ല. കൃത്യമായി പറഞ്ഞാൽ ആ പെൺകുട്ടി മരണപ്പെട്ടതാണോ കൊലപാതകമാണോ എന്ന് പോലും സംശയിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് നടന്നത്. പക്ഷേ നത്തിങ് ഹാപ്പൻ. പുള്ളിക്ക് ഒരു വീരപരിവേഷവും കിട്ടി. വളരെ സിമ്പത്തറ്റിക്കായിട്ട് പുള്ളിയെ എടുത്ത് തൂക്കി തലയിൽ വെക്കുന്നതാണ്. ആൻഡ് അപ്കമിങ് പെർഫോമൻസ് ഒക്കെ നമുക്ക് നോക്കുമ്പം അയാൾക്ക് തീരെ വലിയ വിഷമോ വേദനയോ ഉള്ളതായിട്ടൊന്നും തോന്നിയില്ല. കൊച്ചുങ്ങളെയും കൊണ്ട് നടക്കാനൊക്കത്തില്ല, കൊച്ചുങ്ങളെയും കൊണ്ട് അങ്ങോട്ട് പോകാനൊക്കത്തില്ല, ഇങ്ങോട്ട് പോകാനൊക്കത്തില്ല. അങ്ങനെ കൊച്ചുങ്ങളെ നോക്കേണ്ട ഒരു ബുദ്ധിമുട്ട് വന്നപ്പോൾ പുള്ളിക്കാരൻ അടുത്തൊരു വിവാഹം കഴിച്ചു. എന്തിനാണ് ഈ കുഞ്ഞുങ്ങളെ പിടിക്കണേന്നൊക്കെ മനസ്സിലാവുന്നില്ല. ഇയാൾക്ക് വേണം, ഇയാൾ കെട്ടി, ഇത്ര തന്നെ. ഇനി ഇതിനകത്തുള്ള ചിരിക്കാനുള്ളൊരു സംഗതി എന്താണ്? ചിരിക്കാനാണോ? ചിരിക്കാനൊക്കെ തോന്നും. കാരണം കോമഡി ആർട്ടിസ്റ്റ് ആണെങ്കിൽ അങ്ങേര് കാണിക്കുന്ന കുതിസിലങ്ങൾ കണ്ട് നമ്മൾ ചിരിക്കത്തില്ലേ? വിവാഹം കഴിച്ചിരിക്കുന്ന സ്ത്രീ പഞ്ചായത്ത് പ്രസിഡന്റായ ഒരു സ്ത്രീ, അത്യാവശ്യം ജോലിയിലൊക്കെ വ്യാപൃതയായി കുറച്ച് ബിസി ഷെഡ്യൂളൊക്കെ ഉള്ള വ്യക്തിയല്ലേ. അവരെങ്ങനെ കുട്ടികളെ നോക്കും? കുട്ടികളെ നോക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല. ഇനി കുട്ടികളെ നോക്കാനാണെന്ന് പറഞ്ഞാൽ ഈ സ്ത്രീക്ക് ഒരു മാന്യതയൊക്കെ വേണ്ടേ? കുഞ്ഞുങ്ങളെ നോക്കാൻ വേണ്ടിയിട്ട് ഒരു മനുഷ്യൻ്റെ വിവാഹ ജീവിതത്തിലേക്ക് കിടക്കുന്നു. പിന്നെ 30 വയസ്സായി വിവാഹം കഴിക്കാതിരുന്ന സ്ത്രീയാണെന്നും പറയുന്നു. ആകെ മൊത്തത്തിൽ ഒരു കൺഫ്യൂഷൻ, ആകെ മൊത്തത്തിൽ ഒരു കൊനഷ്ട് എന്നിട്ട്. ഞാൻ ഒരുപാട് കോമഡി ആർട്ടിസ്റ്റുകളെ കണ്ടിട്ടുണ്ട്. അവരുടെ പേഴ്സണൽ ലൈഫൊക്കെ കുറേയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അതിനകത്ത് 1-2 കഥകൾ പറയാം. ചില പെണ്ണുങ്ങൾക്ക് ഒരു സെലിബ്രിറ്റിയുടെ ഭാര്യയാവാൻ ഭയങ്കര ആഗ്രഹം. അതിനെന്ത് ഈ സെലിബ്രിറ്റിയുടെ ഭാര്യ എന്ന് പറയുമ്പോൾ എന്ത് പ്രത്യേകത കിട്ടുമെന്ന് എനിക്കറിയത്തില്ല. തങ്ങളുടെ ക്വാളിറ്റി മനസ്സിലാക്കാത്ത പെണ്ണുങ്ങളാണ് ഇത്തരത്തിൽ സെലിബ്രിറ്റിയുടെ ഭാര്യ എന്ന രീതിയിൽ അറിയപ്പെടാൻ ആഗ്രഹിക്കും. അവർ നഷ്ടപ്പെടുത്തുന്ന അവരുടെ സ്വന്തം ജീവിതം തന്നെയാണ്. ഈ പറയുന്ന കോമഡി ആർട്ടിസ്റ്റിൻ്റെ ഭാര്യ തൂങ്ങി മരിച്ചു. എന്തിന് തൂങ്ങി മരിച്ചെന്ന് അറിയാൻ വയ്യ. ഇവരുടെ ഭർത്താവ് എന്തിന് അങ്ങനെ ഒരു അവസരം അവർക്ക് ഉണ്ടായി കൊടുത്തു? അഫ്കോഴ്സ് പാർട്ട്ണർ മരിക്കുകയാണെങ്കിൽ ആ പാർട്ട്ണറുടെ കെടുകാര്യസ്ഥത തന്നെയാണ്. മറ്റേ ആൾക്ക് ഇയാളെ മനസ്സിലാക്കാൻ. പാർട്ട്ണർ എന്ന് പറയുമ്പോൾ സെക്ഷൽ പാർട്ട്ണർ മാത്രമല്ലല്ലോ, നമുക്ക് ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്ന ഒരു ബന്ധമാണ് വിവാഹബന്ധം. മറ്റേത് റോളും ഇതുപോലില്ല, ഇത്ര തീവ്രമില്ല. എല്ലാ റോളും നമുക്ക് കൃത്യമായി ചെയ്യാൻ പറ്റുന്ന ഒരു അച്ഛനാകാം, സഹോദരനാകാം, മകനാകാം, അങ്ങനെ എല്ലാ ലെവലിലും നമുക്കൊപ്പം നിൽക്കാൻ പറ്റുന്ന ഒരു ബന്ധമാണ്. തീവ്രമായ ഒരു ബന്ധം തന്നെയാണ് ഭാര്യ ഭർത്തൃ ബന്ധം. അതിനകത്തെ പാർട്ട്ണർ സൂയിസൈഡ് ചെയ്യുന്ന ഒരു അവസരം വന്നിട്ടുണ്ടെങ്കിൽ അതിനകത്ത് സംതിങ് പിഷിയായിട്ട് നിങ്ങൾക്ക് തോന്നുന്നില്ല? എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തുകൊണ്ട് പറയുന്നത്. നീ ഉല്ലാസ് അത് ചെയ്തിട്ടുണ്ടോ ഇല്ലെന്നുള്ള ഉല്ലാസിൻ്റെ വശം. പക്ഷെ ഉല്ലാസിനെ തീർത്തും ഈ വിവാഹ ജീവിതത്തിൽ ഉല്ലാസ് ഒരു പരാജയമാണെന്ന് തെളിയിക്കാനാണ് ഇപ്പോൾ 1 ഇയറിൻ്റെ ഒരു ഗ്യാപ്പ് പോലും എടുക്കുന്നതിന് മുമ്പ് തന്നെ അടുത്തൊരു വിവാഹം അതിഭീകരമായി നടത്തി. അതിനകത്ത് കുഞ്ഞുങ്ങളെയൊന്നും കാണുന്നില്ല. നിങ്ങളെങ്ങനെ കണ്ടെങ്കിൽ ഓക്കെ. ഇനി ഇതിനകത്ത് ഏറ്റവും വലിയ ഒരു എനിക്ക് സംശയം തോന്നിയ ഒരു മേഖല എന്ന് പറയുന്നത്, ഈ മരിച്ചുപോയ പെൺകുട്ടിയുടെ അച്ഛൻ പറഞ്ഞു അത്രയും അവർ തമ്മിൽ കുടുംബ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. അത് ശരി, മോള് ചുമ്മാ കയറി തൂങ്ങിയ, അല്ലെങ്കിൽ ആരെങ്കിലും തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കിയാണ്. എന്താ പ്രശ്നം? ഒരാൾ മരിക്കണമെങ്കിൽ ഒരു കാരണം ഉണ്ടാവത്തില്ല, പ്രത്യേകിച്ച് കൊടി മക്കളെ ഇട്ടിട്ട് പോയത്. ഇനി ആ പെൺകുട്ടിയുടെ സപ്പോർട്ട് പറയണമെന്ന് പറഞ്ഞുകൊണ്ട് വരണ്ട. ഞാൻ ആ പെൺകുട്ടിക്ക് സപ്പോർട്ടല്ല. ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല. ആത്മഹത്യയേക്കാൾ മറ്റൊരു കാര്യമുണ്ട്, മേഴ്സി കില്ലിംഗ് എന്ന് പറഞ്ഞ ഒരു സംഗതിയാണ്. വിദേശത്തൊക്കെ അത് പ്രാക്ടിക്കലാണ്, ഇവിടെ അത് സംഭവമാക്കിയിട്ടില്ല. ഒത്തിരി ഏജ്ഡായ, എന്തെങ്കിലും തീവ്രമായ അസുഖം ഫേസ് ചെയ്യുന്ന, അല്ലെങ്കിൽ കോമയിലൊക്കെ കിടക്കുന്നവരൊക്കെ മേഴ്സി കില്ല് ചെയ്യാറുണ്ട്. കാരണം എഴുന്നേറ്റ് വല്ലെന്ന് ഷുവർട്ടി ഉണ്ടെങ്കിൽ അവരൊക്കെ കൊന്നുകളയാൻ അവർ തന്നെ ആവശ്യപ്പെടും, അല്ലെങ്കിൽ മറ്റു അവരുടെ ബന്ധുക്കൾ ആവശ്യപ്പെടും. അത് ഇനി രക്ഷപ്പെടില്ല എന്ന് പൂർണ്ണമായ മെഡിക്കൽ റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യാറുണ്ട്. ചിലരും ഒരുപാട് പൈസയൊന്നും ചിലവാക്കി തന്നെ ഇനിയിപ്പോൾ ഞാൻ നന്നാവത്തൊന്നുമില്ല, രക്ഷപ്പെടത്തില്ലെന്ന് തോന്നി ചിലർ ചെയ്യാറുണ്ട്. ക്യാൻസർ പേഷ്യൻസൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട്. സോ ആസോഷ്യൽ അങ്ങനെയൊക്കെ ഒരു മരണം സ്വയം വരുത്തി വയ്ക്കുന്നത് കുഴപ്പമില്ല എന്നാണ് എൻ്റെ ഒരു വശം. കാരണം മറ്റുള്ളവർക്ക് ബാധ്യതയാവുന്നതിനേക്കാൾ നല്ലത് അത് നല്ലൊരു പരിപാടിയാണ്. പണ്ട് അങ്ങനെയാണ്, പണ്ടാര പെരകളൊക്കെ ഉണ്ട്. നമ്മൾ വസൂരിയൊക്കെ വന്ന അന്ന് ചികിത്സ ഇല്ലാത്തത് കൊണ്ട് ഒരു കുടില് പോലെ ഒന്ന് കെട്ടിയിട്ട് അതിനകത്ത് കൊണ്ടിട്ടേക്കും മരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതിന് ചത്ത മണം വരും, അതായത് ശരീരം അഴുകിയ നാറ്റം വരുമ്പോൾ പണ്ടാര പെര ഇങ്ങ് കത്തിച്ച് കളയും. അതാണ് പണ്ടാര അടങ്ങെന്നൊക്കെ പറയുന്ന ഒരു ലാംഗ്വേജ്.
അപ്പം അതുപോലെയൊക്കെ ആണെങ്കിലൊക്കെ ഇതങ്ങനെയൊന്നും അല്ലാതെ ആ പെൺകുട്ടി കയറി തൂങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന് കൃത്യമായ ഒരു കാരണം കാണിക്കണം അല്ലേ. പോലീസ് വെറുതെ വിട്ടിട്ടുണ്ട്, അപ്പം അയാൾ അതിൽ നിന്ന് ഊരി വന്നിട്ടുണ്ട്. ഇനി കുഞ്ഞുങ്ങളെയും കൊണ്ട് അയാൾ അഭിനയിക്കുന്നിടത്ത് പോകുന്നു, അത് ബുദ്ധിമുട്ടാണ്, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. നമുക്കിവിടെ ഒരുപാട് സ്കൂളുകളില്ലേ, കുട്ടികളെ നിർത്തി പഠിപ്പിക്കുന്ന സ്കൂളുകളുണ്ടല്ലോ. പിന്നെ ഒത്തിരി എമൗണ്ട് വേണമെന്നൊന്നും പറയരുത്, അതല്ലാത്ത സ്കൂളുകളുമുണ്ട്. കുഞ്ഞുങ്ങളെ അങ്ങനെ നോക്കാൻ പറ്റുന്നില്ലാത്തൊരവസ്ഥ ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു റെസിഡൻഷ്യൽ സ്കൂളുകളിലേക്ക് ചേർക്കാമല്ലോ. അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ ഇവിടെയുണ്ട്. അവിടെയൊന്നും ചേർക്കാതെ ഒരു രണ്ടാം അമ്മയെ തന്നെ കൊണ്ടുവരണമെന്ന് ഉല്ലാസ് പറയുന്നിടത്ത് ലോജിക്ക് എനിക്കതും കൂടെ ദഹിച്ചിട്ടില്ല. മാത്രമല്ല ആ സ്ത്രീ ഇപ്പോൾ ഈ ഒരു വിവാഹത്തിന് സമ്മതിച്ചതും എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ തോന്നും. ഭാര്യ മരിച്ച ഒരു വ്യക്തിയെ വിവാഹം കഴിക്കുന്ന പോലെയല്ല ഭാര്യ ആത്മഹത്യ ചെയ്ത ഒരു വ്യക്തിയെ വിവാഹം കഴിക്കുന്നത്. ഇങ്ങനെ പൊതുവിലുണ്ട്, ഒരുപാട് പേര് അങ്ങനെ ചെയ്യുന്നുണ്ട്. ഒരാൾ ആത്മഹത്യ ചെയ്യണമെങ്കിൽ തക്കതായ കാരണം വേണ്ടേ, എങ്ങനെ കൺവിൻസ് ചെയ്തൊന്നും അറിയത്തില്ല. പക്ഷെ പെണ്ണുങ്ങൾ തന്നെ അതിനകത്ത് ഓക്കെ ആയി പോയി കയറിയിട്ടുണ്ടെങ്കിൽ ആ പെണ്ണുങ്ങളെ തന്നെയല്ലേ നമ്മൾ പറയേണ്ടത്. എനിക്കങ്ങനെയാണ് ഫീൽ ചെയ്തത്. ഉല്ലാസ് പന്തലം ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്നുള്ളതൊക്കെ അവിടെ നിൽക്കട്ടെ. ബട്ട് ഈ രണ്ട് വ്യക്തിത്വങ്ങൾ തമ്മിലാണ് ഞാൻ പറയുന്നത്. ഒന്ന്, ഭാര്യ തൂങ്ങി മരിച്ച ഒരാൾക്കൊപ്പം ജീവിക്കാൻ തയ്യാറായ ആ കുട്ടിയുടെ വിശാല മനസ്സ് അപ്രീഷിയേറ്റബിൾ. അതേപോലെ 2 പിഞ്ച് പൈതലുകളെ പൊതുസമൂഹത്തിൽ ആരെങ്കിലുമൊക്കെ വളർത്തിക്കോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇട്ടിട്ട് പോയ ആ സ്ത്രീ ഭയങ്കര അപ്രീഷിയേറ്റബിൾ. അത്രയേ ഉള്ളൂ. സൂയിസൈഡ് ചെയ്യാൻ നിൽക്കുന്ന പെണ്ണുങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതാണ്, ഇവന്മാർക്ക് ഇത്രയേ ഉള്ളൂ കാര്യം, അടുത്തുടനെ കിട്ടും. ഒരു പെണ്ണെ റിഫാം എങ്ങനെയോ തൂങ്ങിച്ചെത്ത് കളഞ്ഞു, ആരെ പേടിപ്പിക്കാൻ? എന്ത് വലിയ ഇഷ്യൂ ആണ്? അന്യദേശത്തെ ആളുകൾ തൂങ്ങിയാൽ കൂടെ ഉള്ളവനെ തൂക്കുമെന്നുള്ള ബോധമൊക്കെ ഉണ്ട്. അവൾ അങ്ങനെയാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ വിസിറ്റിലുണ്ടായിരുന്ന 2 കൂടെ അവർ നാട്ടിലേക്ക് അങ്ങ് പറഞ്ഞു വിട്ടു. അതോടെ എന്ത് പറ്റി? അയാൾ നാട്ടിൽ വന്നു, അവളെക്കാൾ മെനയുള്ള ഒരെണ്ണത്തിനെ കെട്ടി അവളെ കൂടെ ജീവിക്കുന്നു. അതും പോരായിട്ട് അതും എടുത്ത് സോഷ്യൽ മീഡിയ ഇട്ട് അറുമാദിക്കുന്നു. പോയത് ആർക്ക് പോയി? ആ കുട്ടിക്ക് അതിൻ്റെ അമ്മ നഷ്ടപ്പെട്ടു. അത്രയേ ഉള്ളൂ. ഈ ചെയ്ത പെങ്കൊച്ചിനും അത്രയേ ഉള്ളൂ. ആ കുഞ്ഞുങ്ങൾക്ക് അമ്മ നഷ്ടപ്പെട്ടു. കാലങ്ങളോളം മറ്റുള്ളവരുടെ കുത്തും ഇതും ഒക്കെ സഹിച്ച് ജീവിക്കേണ്ട ഒരു ഗതികേടിൽ ആ കുട്ടീനെ കൊണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ള വസ്തുത നമ്മൾ കാണുന്നതാണ്. പാർട്ട്ണർ മരിച്ചാൽ മറ്റൊരു പാർട്ട്ണറെ തിരഞ്ഞെടുക്കുന്നതിൽ ഒരു തർക്കമില്ല. പക്ഷെ മിനിമം വർച്ചൂസോടെ അതൊക്കെ പാടാണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഒരു വെപ്രാളം, ആ വെപ്രാളത്തിലുണ്ട് സൂചനകൾ. പിന്നെ ആ പെൺകുട്ടിയുടെ പിതാവ്, അയാൾ പറയുന്നിടത്തുണ്ട് ആ കുട്ടി വേറെ എങ്ങോട്ടും പോകാതെ ചെയ്തതിലുള്ള കാരണം. നമ്മൾ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ, അതായത് കുഞ്ഞുങ്ങൾ ഒരു 18 വയസ്സൊക്കെ ആകുമ്പോഴത്തേ പിന്നെ അതിനെയും കെട്ടിച്ചുവിടുക, അതോടെ ബാധ്യത ഒഴിവാണ്, തലേന്നങ്ങ് ഒഴിവാക്കുക, പൊയ്ക്കോട്ടെ. പിന്നെ അവിടെ എന്ത് നടന്നാലും മോൾ സഹിച്ചോ. റീസെൻ്റ്ലി ഒരു പെൺകുട്ടി സൂയിസൈഡ് ചെയ്തു ആലപ്പുഴ. പണ്ടാരം മെഡിക്കൽ കോളേജിലുണ്ടായിരുന്ന ഒരു പെൺകുട്ടി. എന്താണ് സംഭവിച്ചത്? തിരിച്ച് വീട്ടിലേക്ക് വരേണ്ട മോള്, പ്രശ്നം ഉണ്ടെങ്കിൽ അതങ്ങ് സഹിച്ച് അവിടെ നിന്ന് ഓടി ഇങ്ങോട്ട് വന്നു കളയില്ലേ, ചിലവാക്കി കെട്ടിച്ചു തന്നെ. ചിലവാണ് അവരുടെ മുന്നിൽ നിന്നത്, മകളല്ല. അവളും ചെയ്തു സൂയിസൈഡ്. എന്ത് പ്രയോജനം? തനിച്ച് നിൽക്കാൻ പൊരുതുക, തനിച്ച് നിൽക്കാൻ പഠിക്കുക.